കേന്ദ്ര സർക്കാരിന്റെ വൺ ഫാമിലി വൺ ഗ്യാസ് സിലിണ്ടർ നയം ജൂൺ 30 പ്രാബല്യത്തിൽ വരുന്നതോടെ ഒരു കുടുംബത്തിന് HP, ഇന്ത്യൻ, ഭാരത് ഇങ്ങനെ ഏതെങ്കിലും ഒരു അംഗീകൃത കമ്പനിയുടെ ഒരു ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അനധികൃതമായിട്ട് മറ്റ് സിലിണ്ടറുകൾ കൈവശം വയ്ക്കാൻ പാടില്ലാത്തതാണ്. സിറ്റി ഗ്യാസ് പദ്ധതി വഴി പൈപ്പ് ലൈൻ ഗ്യാസ് സൗകര്യം എത്തിയ പ്രദേശങ്ങളിലുള്ളവർ നിർബന്ധമായിട്ടും ആ പുതിയ കണക്ഷനിലേക്ക് മാറേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം ജൂൺ 30 ശേഷം അത്തരം മേഖലകളിലൊക്കെ തന്നെ സിലിണ്ടർ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. നിലവിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉൾപ്പെടെ 930 രൂപ മുതൽ 980 രൂപ വരെയുള്ള നിരക്കിലാണ് സിലിണ്ടറുകളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നത്. അതിനാൽ തന്നെ സിലിണ്ടർ കൈപ്പറ്റുമ്പോൾ അതിൻ്റെ അളവും മുകൾ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന എക്സ്പയറി ഡേറ്റ്, ക്വാർട്ടർലി കോഡ്സ് അത് ഉപഭോക്താക്കൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി വഴി കണക്ഷൻ എടുക്കുകയും ഇലക്ട്രോണിക് KYC മസ്റ്ററിംഗ് ഒക്കെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്ത BPL AY റേഷൻ കാർഡുകളിലെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള വനിതാ ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം പരമാവധി 9 സിലിണ്ടറുകൾക്ക് വരെ 300 രൂപ വീതം സബ്സിഡി ബാങ്ക് അക്കൗണ്ട് വഴി ലഭ്യമാകുന്നതാണ്. പുതിയ കണക്ഷനായിട്ട് പോർട്ടലിൽ അപേക്ഷിക്കാൻ നിലവിൽ ഇപ്പോൾ സംവിധാനമുണ്ടെങ്കിലും ഇന്ധനക്ഷാമം പോലുള്ള കാരണങ്ങളാൽ അപ്രൂവൽ ലഭിക്കാനായിട്ട് കാലതാമസം നേരിടുന്നുണ്ട്. എങ്കിൽ തന്നെയും പുതിയ അപേക്ഷകർക്ക് തുടക്കത്തിൽ ഏകദേശം 600 രൂപയോളം മാത്രമാണ് മുടക്കേണ്ടി വരുന്നത്. ബാക്കി തുക സബ്സിഡിയായിട്ട് അനുവദിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.